ഓക്കെ ഇൻഷാല്ലാ. എല്ലാവരും നിങ്ങൾ എഴുതിയ പോയിന്റ്സുകളിലൂടെ ഒരു ജേണി നടത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് എത്രമാത്രം ആ ചെവി കൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് അല്ലേ? ഇനി ഈ ചെവിയുടെ ബാഹ്യമായ ഒരു ഉപയോഗം, നമ്മൾ കാണുന്ന ആ ഒരു ഉപയോഗമല്ലാതെ ആന്തരികമായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമുക്ക് ആ ചെവി കൊണ്ടുണ്ടെങ്കിലും അതിലപ്പുറം നമ്മുടെ ബാലൻസ് ചെയ്ത് നമ്മളെ നിലനിർത്തിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നതും നമ്മുടെ ആ ഒരു ചെവി തന്നെയാണ് അല്ലെ? നമുക്കറിയാലോ, എവിടെ നിന്നെങ്കിലും ആരെന്നെങ്കിലും ചെവിയിലേക്കൊരു അറിയാതെ ഒരു അടി പറ്റിയാൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരവസ്ഥ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മുടെ ബാലൻസ് ചെയ്ത് നിലനിർത്തിക്കുന്ന ഒരവയവം എന്ന് പറയുന്നതും നമ്മുടെ ചെവിയാണ്. ചിലരെങ്കിലും പറയുന്ന കേൾക്കാറില്ല, ബാലൻസിന്റെ സൂക്കട്. ബാലൻസ് അങ്ങനെ ഒന്ന് ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് പറയുന്ന കേൾക്കാറില്ലേ? ഈ ബാലൻസ് നഷ്ടപ്പെട്ടവർക്ക് എവിടെയാണ് ഈ ഒരു പോറൽ വരുന്നുള്ളത്? ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ ആ ചെവിക്കുള്ള ഒരു തകരാറ്, അതല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസോർഡർ ആണ് നമ്മുടെ ബോഡിയെ ആസകലം കൺട്രോൾ തെറ്റിപ്പിക്കുന്നുള്ളത് അല്ലെ? ആ ബോഡിയുടെ കൺട്രോൾ മാറിപ്പോകുന്നുള്ളത് അവിടെ നിന്നാണ് അല്ലെ? അപ്പോ ആ ഒരു ചെവി തന്നെ നമ്മളുടെ ബാലൻസ് ചെയ്ത് നിലനിർത്തിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം ചെവിയിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും നൽകിയിട്ടുണ്ട്. ഇനി അതിനപ്പുറം നമുക്കറിയാം, നമ്മുടെ ചെവിന്റെ അകത്തുള്ള ആ ഒരു കായം, നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന ആ ഒരു ചെവിയിലെ കായം എന്ന് പറയുന്നത്, എന്നാൽ അതിനു പോലും നമ്മുടെ ലൈഫിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്. നമ്മൾക്ക് ഒരാവശ്യവും ഇല്ല എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ അവിടെ ആ ചെവിക്കകത്ത് ആ ഒരു ചെവിക്കായത്തിന്, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചെവിക്ക് വെറും കേൾവി ശക്തി മാത്രമല്ല, നമ്മുടെ ചെവിയുടെ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു അവയവം കൂടിയാണ് നമ്മുടെ ചെവി എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി നമ്മുടെ ചെവിയുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ കേട്ട് അത് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവ്. ഓരോ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഇത് ആരുടെ ശബ്ദമാണ്, നമ്മൾക്ക് അങ്ങ് അകലെ നിന്നും ആളുടെ ഫേസ് കാണുന്നില്ലെങ്കിൽ ആളുടെ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ, നമുക്ക് മുമ്പ് കേട്ട പരിചയമുള്ള ഒരു വോയിസ് ആണെങ്കിൽ അത് കേൾക്കലോട് കൂടെ തന്നെ നമുക്കത് ഇന്ന ആളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെ നമുക്കത് ഇന്ന ആളുടെ വോയിസ് ആണ് എന്ന് നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത് നമ്മളുടെ ചെവിയിലൂടെ കേൾക്കുന്ന ആ ഒരു വോയിസ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയും ബ്രെയിന് അത് നമ്മളിലേക്ക് തിരിച്ചറിവിലേക്ക്, നമ്മുടെ ആ തിരിച്ചറിവുന്ന ആ ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മൾക്കത് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ആ ഒരു ചെവിയിലൂടെ കേട്ടുകൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുമ്പോൾ, നമുക്ക് പുറത്തു നിന്നുള്ള പക്ഷികളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന പക്ഷികൾ, കാക്ക, കുയില്, അങ്ങനെയുള്ള നമുക്ക് കേട്ട് പരിചയമുള്ള ബേർഡ്സിന്റെ ശബ്ദങ്ങൾ അല്ലെ? അപ്പൊ നമുക്ക് ഈ കേട്ട് പരിചയമുള്ളതിന്റെ ശബ്ദങ്ങൾ മാത്രം കേൾക്കുമ്പോൾ ആ ജീവിയെ കാണാതെ, ആ മനുഷ്യനെ കാണാതെ, ആ ഒരു വാഹനത്തെ കാണാതെ, ഒരു സ്കൂട്ടറിന്റെ ശബ്ദാണോ, അതൊരു ബസ്സിന്റെ ശബ്ദാണോ, അതൊരു എയറോപ്ലെയിനിന്റെ ശബ്ദാണോ, അങ്ങനെ അതൊരു പിന്നെ ട്രെയിനിന്റെ ശബ്ദാണോ, അങ്ങനെ ഏതിന്റെ ശബ്ദമാണ് എന്ന് നമ്മൾക്ക് കേട്ടുകൊണ്ട് നമുക്കത് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി, അപ്പൊ ആ ഒരു കേൾവി കൊണ്ട് നമുക്ക് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി മനുഷ്യനിൽ ആദ്യമായി നമ്മൾ നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ആദ്യമായി നമുക്ക്
കേൾക്കാനാണ് പറ്റിയിരിക്കുന്നത് അല്ലെ. ആദ്യമായി നമുക്ക് പ്രവർത്തിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് ചെവിയാണ്. അതുകൊണ്ടാണല്ലോ ഒരു കുട്ടി നമ്മളുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഉമ്മയുടെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ, ഉമ്മയുടെ ഒരു താരാട്ട് കേൾക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത് കുട്ടി വളരെ നാളുകളായി ആ ഗർഭപാത്രത്തിൽ ഉണ്ടായത് മുതൽ കുട്ടിക്ക് കേൾക്കാനും തിരിച്ചറിയാനും പറ്റി എന്നുള്ളതാണ്. അപ്പം ഒരു കേൾവിയിലൂടി നമുക്ക് ആ ഒരു സെൻസറി കേൾവിയിലൂടി നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് നമുക്ക് ചിലപ്പോഴെങ്കിലും കണ്ണ് കാണുന്നില്ലെങ്കിൽ പോലും, കണ്ണ് പൂട്ടി വെച്ചാൽ പോലും, കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? നമുക്ക് പിന്നെ തിരിച്ചറിയാനും നമുക്ക് ആളുകളിലേക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഡിസ്കഷനിലേക്കുള്ള മറുപടി കൊടുക്കുവാനും നമുക്ക് പറ്റുന്നുണ്ട് അല്ലെ. ഇനി നമുക്ക് ആ ഒരു കേൾവി ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയി, ആ കേൾവി നഷ്ടപ്പെട്ടു പോയാൽ കാണാൻ പുറത്ത് നമ്മുടെ ചെവിയുണ്ട് അല്ലെ. ആ പുറത്ത് കാണാൻ നമുക്ക് ചെവിക്ക് യാതൊരു കുറവുമില്ല. അങ്ങനെ യാതൊരു കുറവുമില്ലാതെ ചെവി അവിടെ കാണുന്നുണ്ടെങ്കിലും ആ കേൾവി ശക്തി ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ, അതല്ലെങ്കിൽ ആ ഒരു കേൾവി ശക്തി ഒന്ന് കുറഞ്ഞു പോയാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എത്രമാത്രം നാം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഓരോ ഇന്ദ്രിയങ്ങളിൽ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ചെവിക്ക് എത്രമാത്രം ഒരു മനുഷ്യന് തന്നെ കണ്ണിന് എന്തെങ്കിലും ചെറിയ ഒരു ഇംബാലൻസ് വന്നു പോയാൽ നമ്മുടെ ജീവനിക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല അല്ലെ. ജീവനിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? നമ്മുടെ രുചിക്ക് ചെറിയൊരു പ്രയാസം വന്നാൽ നമ്മൾക്ക് ജീവനിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ ചെവിയിലേക്കാണെങ്കിലോ, ചെവിയിലേക്ക് ചെറിയൊരു പ്രയാസം വന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിന് തന്നെ ബാലൻസ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആവാൻ വേണ്ടി പറ്റും. ഇനി അതിലപ്പുറത്തേക്ക് കാഴ്ചയ്ക്ക് നമുക്കൊരു പരിധിയുണ്ട്. പക്ഷേ കേൾവി നമ്മൾക്ക് കാണുന്നതിനും അപ്പുറത്തേക്കുള്ള ശബ്ദങ്ങളെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ കാണുന്നതിനേക്കാളും അപ്പുറത്തുള്ള ശബ്ദങ്ങളെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് പുറമേ നിന്നുള്ള ഏതെങ്കിലും ഒരു അപകടങ്ങളിൽ നിന്നും, ആ ഒരു അപകട സൂചനകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും കൂടി നമുക്ക് ആ ഒരു കേൾവി കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ ഒരു ചെവിയെ കുറിച്ചിട്ട് ഒരു 33 പോയിന്റ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോ എന്താണ് ഇപ്പൊ ഈ ചെവിയെ കുറിച്ചിട്ട് ഇത്രയും എഴുതാനുള്ളത് എന്ന് ചിന്തിക്കുന്ന ഇവർ കുറച്ച് പേര് മാത്രമേ എഴുതിയിട്ട് എനിക്ക് റെസ്പോണ്ട് തന്നിട്ടുള്ളൂ. അപ്പൊ അത്രയും എഴുതിയിട്ട് റെസ്പോണ്ട് കുറയാനുള്ള കാരണം ചിലപ്പോൾ കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ചെവിയെ കുറിച്ചിട്ട് എത്രമാത്രം എന്താണ് എഴുതാനുള്ളത് എന്നതിനെ കുറിച്ച് ചിലപ്പോഴെങ്കിലും ഒരു നമുക്ക് തിരിച്ചറിവ് ഒരു ബോധ്യത്തിൽ എത്താത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്, നമുക്ക് ഒരു അപകട സൂചനകളിൽ നിന്ന് അത്രയും അകലെ നിന്നുള്ള ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് നമ്മളെ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് പറ്റുന്ന ഒരു സംഭവമാണ് കേൾവി എന്ന് പറയുന്നുള്ളത്. ഇനി അതിലപ്പുറത്തേക്ക് നമുക്കറിയാം നമ്മുടെ മാനസികാരോഗ്യത്തിന് ചെറുതായി ഓരോ ഭാഗം ടച്ച് ചെയ്ത് പോവാണ് കേട്ടോ. മാനസിക ആരോഗ്യത്തിന് നമുക്ക് വെറുതെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സോങ്സ് കേട്ട് റിലാക്സ് ആവുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഖുർആൻ പാരായണം കേട്ട് റിലാക്സ് ആവുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരുടെ സംസാരം കേട്ട് റിലാക്സ് ആവുന്നവരുണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെ പലതും കേട്ടുകൊണ്ട് റിലാക്സ് ആവുന്നവർ നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോ ഇങ്ങനെ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിലേക്ക് എന്തെങ്കിലും പ്ലേ ചെയ്തുകൊണ്ട് അത് കേട്ടുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യും. എന്തുകൊണ്ട്? എന്നിട്ട് ഒരു പാട്ട് വെച്ചിട്ടൊന്ന് പണിയെടുത്താൽ ആ പണിയെടുക്കുന്ന ഫീൽ അറിയില്ല എന്ന് പറയും അല്ലെ. അപ്പൊ അവിടെ നമ്മുടെ കേൾവി എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ഓരോ ദിവസത്തിലുള്ള ജീവിതത്തിൽ നമ്മുടെ ആ ഒരു ഡെയിലി വർക്കിനെ സ്മൂത്തിങ് ചെയ്യാൻ വേണ്ടിയിട്ടും കേൾവി നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് കണ്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് കൂളാവാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി പറ്റുള്ളൂ, കാഴ്ചയിൽ മാത്രമേ നമുക്ക് റിലാക്സ് ആവാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണൊരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ച് ആ കണ്ണുകൊണ്ട് നമുക്ക് അത് തന്നെ നോക്കിയിരുന്നു കൊണ്ട് നമുക്ക് വേണ്ട വർക്കുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ?
ഇല്ല. അപ്പൊ ഒരു മനുഷ്യന്റെ റിലാക്സേഷനിക്ക് വേണ്ട ഏറ്റവും നല്ല അവയവമായി റബ്ബ് സുബ്ഹാനഹു തആല തന്നിരിക്കുന്ന ഒരു അവയവം കൂടിയാണ് ചെവി എന്ന് പറയുന്നത്. അപ്പം മനുഷ്യനെ നിലനിർത്താനുള്ള ബാലൻസിന് മാത്രമല്ല, അതിലപ്പുറം മനുഷ്യന്റെ ആത്മീയമായ റിലാക്സേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആന്തരിക അവയവത്തിലേക്കല്ലേ, ആത്മീയ തലത്തിലേക്കല്ലേ റിലാക്സേഷൻ വേണ്ടത്? അപ്പോൾ നമ്മുടെ ബാഹ്യതലത്തിലുള്ള നമ്മുടെ ആ ഒരു ബോഡിയെ ബാലൻസ് ചെയ്യുക എന്നതിലപ്പുറത്തേക്ക് ആന്തരികമായി നമ്മുടെ സോളിനെ ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ട്, ആ സോളിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ സോളിനെ ഒന്ന് ഹാപ്പിയിലാക്കാൻ വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന അവയവം എന്ന് പറയുന്നത് നമ്മുടെ ചെവിയാണ്. അതുകൊണ്ടാണ് നമുക്ക് മധുര ഗാനങ്ങൾ കേൾക്കുമ്പോൾ, ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ, അതുപോലെ സംഗീതങ്ങൾ കേൾക്കുമ്പോൾ, അങ്ങനെ എന്താണോ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുള്ളത് അത് ഓരോന്നും ഓരോന്നും കേൾക്കുന്ന സമയത്ത് നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ഉണ്ടാവുന്നുള്ളത്. ഇനി ചിലവർക്ക് സമാധാനവും റിലാക്സും ലഭിക്കുന്നത് ശാന്തതയിലായിരിക്കാം, മൗനത്തിലായിരിക്കാം, ശാന്തതയിലായിരിക്കാം, ഒന്ന് വെറുതെ വിടോ എന്ന് ചോദിക്കുന്നതിലായിരിക്കാം. ഈ വെറുതെ വിടോ മൗനത്തിലാണ്, ശാന്തതയിലാണ്. അവിടെയും എന്താണ് വർക്ക് എന്നുള്ളത് നമ്മുടെ ചെവിയാണ്. ചെവി നമ്മളിലേക്ക് എത്താനുള്ള മെസ്സേജിനെ, നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്ന ആ ഒരു മെസ്സേജിനെ എന്ത് ചെയ്യാണ്? കട്ട് ഓഫ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഞാനിപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കല്പം റിലാക്സ് ആണ് വേണ്ടത്, ആരുടെയും ശബ്ദം കേൾക്കേണ്ട, എനിക്കല്പം മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മുടെ ശരീരത്തിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശാന്തത, ഒരു മൗനം നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തും പുറത്തു നിന്നുള്ള ബഹളങ്ങളിൽ നിന്നും, പുറത്തു നിന്നുള്ള കോലാഹലങ്ങളിൽ നിന്നും, പുറത്ത് ചിലപ്പം എന്തെങ്കിലും ഡാൻസോ പാട്ടോ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണ്, ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് മൈഗ്രെയിൻ ആണ്, എനിക്ക് തലവേദനയാണ്, ആ ശബ്ദത്തിൽ നിന്ന് എനിക്ക് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും ആ ശബ്ദത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ദൂരം മാറി നിന്ന് ആ ചെവികളിലേക്ക് ആ ശബ്ദം എത്തുന്നതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെയും ആ ഒരു കേൾവിയെ ബ്രെയിനിലേക്ക്, ആ കേൾവി എന്ന് പറയുന്ന തരംഗത്തെ നമ്മളെ ബ്രെയിനിലേക്ക് എത്തിപ്പിക്കാതിരിക്കാനുള്ള പ്രൊട്ടൻഷനും ആരാണ് കൊടുക്കുന്നുള്ളത്? ആ ചെവി തന്നെയാണ് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, ഞാനും നിങ്ങളും ഒരു സെക്കൻഡിൽ എത്രമാത്രം ശബ്ദങ്ങൾ നമ്മൾ ഒരുമിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ ശബ്ദങ്ങളെല്ലാം ഒരുമിച്ച് കേട്ടാലോ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന എന്റെ വോയിസ് നിങ്ങൾ ഇവിടെ 8 പേര്, ഞാനടക്കം 9 പാർട്ടിസിപ്പേഷൻ ആണുള്ളത്. അതില് എല്ലാവരും കേൾക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും മനസ്സിലാക്കുന്നത് ഒന്നായിരിക്കില്ല. എന്തുകൊണ്ട്? നമ്മൾ കേൾക്കുന്നതെല്ലാം മനസ്സിലാക്കുന്നത് ഒരുപോലെ ആയിരിക്കില്ല, ഡിഫറെന്റ് രീതിയിലായിരിക്കാം. കാരണം ഞാൻ പറയുമ്പോൾ, ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് വരുന്ന വേർഡ്സുകൾ, ആ വേർഡ്സുകൾ നമ്മളിലേക്ക് കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അത് നമ്മുടെ ചെവിയിലൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതൊരു ഫിൽട്ടർ ചെയ്യപ്പെട്ടിട്ടാണ് പോകുന്നുള്ളത്. ആ ഫിൽട്ടറിങ് നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ ഫിൽട്ടറിങ് ആയത് അത് മാത്രമേ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലാത്തതെല്ലാം പുറത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഒരു ഉദാഹരണം വെച്ചിട്ട്, ഒരു പൈപ്പ്, ഇപ്പൊ ഇവിടെ ഇതൊരു പൈപ്പ് ലൈൻ ആയിട്ട് കൂട്ടാം. ഈ ഒരു പൈപ്പിലൂടെ നമ്മൾ പുറത്തു നിന്നും കുറച്ച് വെള്ളങ്ങൾ അടിച്ച് വീശുകയാണ്. ഇനി വെള്ളം വേണ്ട, വെള്ളം ആകുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. വേറെ ഏതെങ്കിലും സാധനങ്ങൾ നമ്മൾ ആ ഒരു പൈപ്പിലൂടെ കടത്തിവിടുകയാണ്, കുറച്ച് കൂടുതൽ. അങ്ങനെ ഇവിടെ എല്ലാവരുടെ കയ്യിലും ഓരോ പൈപ്പ് വരുന്നു, സെയിം സാധനങ്ങൾ, ആ സാധനം മിക്സഡ് ആണ്, ഡിഫറെന്റ് ആയ സാധനങ്ങളാണ് നമ്മൾ തരുന്നത്. ഈ ഒരു പൈപ്പിലൂടെ അതങ്ങോട്ട് കടത്തിവിടുമ്പോൾ കുറച്ച് ഭാഗം മാത്രം പൈപ്പിലൂടെ പാസ് ആവുകയും കുറച്ച് ഭാഗങ്ങൾ പൈപ്പിലൂടെ ഔട്ട് ആവുകയും ചെയ്യും, പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഈ പൈപ്പിന്റെ ഒരു തുറന്ന ഭാഗത്തെ കൂടിയിട്ട് അകത്ത് പോയതും പുറത്ത് പോയതുമായത് മിക്സ് ആക്കിയ സാധനമായിരുന്നു എല്ലാവർക്കും തന്നത്. അപ്പൊ ഈ മിക്സ് ആക്കിയ സാധനങ്ങൾ എല്ലാവർക്കും തന്നതിൽ വെച്ചിട്ട് ഈ പൈപ്പിലൂടെ പാസ്സാവുമ്പോൾ എല്ലാവരുടെ പൈപ്പിലൂടെയും പാസ്സായത് മിക്സിൽ നിന്നും കുറച്ച് പാസ്സാവുകയും കുറച്ച് പുറത്തുകൂടി വേസ്റ്റ് ആവുകയും ചെയ്തപ്പോൾ എല്ലാവരുടെയും പാസ്സായത് ഒന്ന് തന്നെ ആയിരിക്കുമോ? ഇല്ല. എന്നിൽ നിന്നും പുറത്തു പോയ സാധനം ചിലപ്പോൾ നിങ്ങളുടെ പൈപ്പിലൂടെ അകത്ത് പോയിട്ടുണ്ടാവും, നിങ്ങളുടെ പൈപ്പിൽ നിന്ന് പുറത്തു പോയ സാധനം എന്നിൽ നിന്നും അകത്തേക്ക് വന്നിട്ടുണ്ടാവും. അതുപോലെയാണ് നമ്മുടെ ടോക്ക് എന്ന് പറയുന്നത്, നമ്മുടെ സംസാരം എന്ന് പറയുന്നത്. നമ്മളുടെ ആ സംസാരം ചെവിയിലൂടെ പോകുന്ന സമയത്ത് ചെവിയിൽ നിന്ന് അത് ഫിൽട്ടർ ചെയ്യപ്പെടും. ആ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മുടെ ബ്രെയിനിലേക്ക് അത് എത്തുന്നത്. അത് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുമ്പോൾ ഇതിൽ നിന്നും, ഞാൻ പറഞ്ഞ വേർഡ്സിൽ നിന്നും എന്തെല്ലാമാണോ നിങ്ങളിൽ ഫിൽട്ടർ ചെയ്ത് എത്തിപ്പെട്ടത് അത് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് കേൾക്കൂല.
അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും നിനക്ക് ചെവിയില്ലേ, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലേ എന്ന് നമുക്ക് നമ്മുടെ മക്കളടുത്ത് ചോദിക്കേണ്ടി വരുന്നത്. കാരണം നമ്മൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ പലതും അവരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് ഫിൽട്ടർ ചെയ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞപ്പോൾ, ഞാനൊരു വേർഡ്സ് പറയുമ്പോൾ എനിക്കൊരു ഉദ്ദേശമുണ്ട്. ഞാൻ പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ വന്ന ആ ഒരു തോട്ട്, എൻ്റെ മൈൻഡിൽ വന്ന തോട്ടിനെ എൻ്റെ വാക്കിലൂടെ അതൊരു വേർഡ്സായി എൻ്റെ നാവിലൂടെ പുറത്തേക്ക് വരുമ്പോൾ, അത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇന്നതായിരിക്കണം റിസൾട്ട് ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷേ അത് ഇന്നതാണ് എൻ്റെ ഉള്ളിലേക്ക് വന്ന തോട്ടെങ്കിലും നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് എത്തിയത് ഏത് മാത്രമാണ്, അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുക. അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യപ്പെടാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് കേൾക്കണതെല്ലാം എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. കേൾക്കുന്നതെല്ലാം എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്നില്ല എന്നതിന് ജസ്റ്റ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പേനയും പേപ്പറും ഉണ്ടോ? അടുത്തുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് എടുത്തോളൂ. ഉണ്ട്. എടുത്തിട്ട് ഞാൻ പറയുന്ന ഈ ഒരു വർക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേൾക്കും, കേൾക്കുന്നത് നിങ്ങളൊന്ന് ചെയ്യാം. ഓക്കെ അല്ലേ? നിങ്ങളുടെ പേന കൊണ്ട് നിങ്ങളുടെ പേപ്പറിൽ ഒരു ലൈൻ വരയ്ക്കുക. വരച്ചോ? വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക. ഇനി ഒരു സർക്കിൾ ഇടാം. ഇനി ഒരു 4 ഡോട്ട് ഇടാം. വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക. വീണ്ടും ഒരു സർക്കിൾ ഇടാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ചെയ്തതിന് ജസ്റ്റ് നിങ്ങളുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഒന്ന് ഫോട്ടോ എടുത്ത് വിടാം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഒന്നാണ്, നിങ്ങൾ കേട്ടത് ഒന്നാണ്, നിങ്ങൾ ചെയ്തത് ഏതുപോലെ ഇരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാന്നറിയോ, ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഒന്ന് സെൻഡ് ചെയ്യാം. നമുക്കൊന്ന് കാണാലോ ഓരോരുത്തരും എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ വരക്കാത്തവർ നമ്മുടെ റെക്കോർഡ് വരുമ്പോൾ അത് കേട്ട് വരച്ചിട്ട് ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിന്ന് ഫോട്ടോ വിടാം. ഓക്കെ, ഇൻഷാല്ല. എന്നിട്ട് നമുക്ക് നോക്കാം നമ്മൾ പറയുന്നതാണോ കേൾക്കുന്നതാണോ മനസ്സിലാക്കുന്നുള്ളത്. ഇതിൽ നിന്ന് പറയുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഡിഫറെന്റ് ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും കാണാനും അനുഭവിക്കാനും ആ ഒരു ചെവി ഉണ്ട് എന്നുള്ളതും, ആ ചെവിയുടെ കർത്തവ്യങ്ങൾ ഓരോ വ്യക്തികളിലും ഏതുപോലെയാണോ പ്രവർത്തിക്കുന്നുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാവരും ഫോട്ടോ എടുത്ത് ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യണം എന്നൊന്നും കൂടി ഓർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ, ചെയ്യൂലേ? ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ ഞാനൊന്നും കൂടി ലിങ്ക് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് കയറാം. എല്ലാവരും ഡിസ്കഷൻ ഗ്രൂപ്പിൽ വേണം. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസിന്റെ ഫീഡ്ബാക്സുകൾ അറിയിക്കണം, ഇൻഷാ അല്ലാ. ആരും ഇല്ല ഇവിടെ? ആരും ഒന്നും സംസാരിക്കുകയോ ചാറ്റിലോ ഒന്നും കാണുന്നില്ല. ഓക്കെ, മാഷാ അല്ലാ. ആ, അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നാളെ നമുക്ക് എന്തിനെ കുറിച്ചിട്ടാണ് ഒരു 33 പോയിന്റ് എഴുതാൻ വിചാരിക്കുന്നുള്ളത്? 2 ദിവസം ഞാനാണല്ലോ പറഞ്ഞത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറ. നാളെ എന്തിനെ കുറിച്ചിട്ടാണ് നിങ്ങളൊരു 33 പോയിന്റ് എഴുതി വരുന്നുള്ളത്? ആരാ ഫസ്റ്റ് പറയുന്നത് നോക്കട്ടെ, അതായിരിക്കാം നമുക്ക് പോയിന്റ്സ് ആയിട്ട് എടുക്കുക. ഒന്ന് അൺമ്യൂട്ടാക്കി പറയാ, അല്ലെങ്കിൽ ടെസ്റ്റിൽ എഴുതാം. നമ്മുടെ ശരീരത്തില് ഏതിനെ? കണ്ണായിക്കോട്ടെ. കണ്ണിനെ കുറിച്ചിട്ടല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കണ്ണിനെ കുറിച്ചിട്ട് എല്ലാവരും ഒരു 33 പോയിന്റ്സ് എഴുതിക്കൊണ്ട് വരാം, ഇൻഷാ അല്ലാ. നമുക്ക് കണ്ണിന്റെ തെറാപ്പി നമുക്ക് ചെയ്യാം. അതിലപ്പുറം നമ്മളിപ്പം ചെവിയുടെ തെറാപ്പി കണ്ണ് ചെയ്തപ്പോ നേരത്തെ എഴുതിയിരുന്നല്ലോ മിസ്സേ, പറഞ്ഞിരുന്നല്ലോ. ആ ഇപ്പം കുറെ പേര് പുതിയതുണ്ടല്ലോ, അപ്പൊ ഒന്നും കൂടി കുഴപ്പമില്ല, ആ ഒന്ന് റിപ്പീറ്റ് ആയിക്കോട്ടെ, ആ ഇൻഷാല്ല. കുഴപ്പമില്ല. ആ ഓക്കെ, നമ്മളിതിനെ തെറാപ്പി ചെയ്തിട്ടില്ലല്ലോ, ജസ്റ്റ് ഞാൻ ക്ലാസ് തന്നത് മാത്രമല്ലേ ഉള്ളൂ.
അതെ അതെ. ഓക്കെ, ഇൻഷാല്ല. അപ്പം ഇതുപോലെ ചെവിയിൽ എന്തെങ്കിലുമൊക്കെ വേദനകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഇങ്ങനെ ചെവിയിൽ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ തെറാപ്പി ഒന്നും കൂടി എന്ത് ചെയ്യാന്നറിയോ, കുറച്ച് ദിവസം അത് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്തിട്ട് പിന്നെ ചെവിയുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായും മാറുന്നതായിട്ടൊന്ന് ഫീൽ ചെയ്യാം. അതങ്ങനെ ഫീൽ ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ചെവിയുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം ചെവിയിലേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു തെറാപ്പി നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പ്രയാസങ്ങളൊക്കെ മാറുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസവും അള്ളാഹു നമുക്ക് മാറ്റിത്തരും ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് കണ്ണുമായി തിരിച്ചു വരാം തൗഫീഖ് ഉണ്ടെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.